ആഗോള അയ്യപ്പ സംഗമത്തിനായി ദേവസ്വം ബോർഡിന്റെ കോടിക്കണക്കിന് രൂപയാണ് പൊടിച്ചുകളഞ്ഞത്. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കും VIP-കൾക്ക് റിസോർട്ട് താമസത്തിനുമായി ഒഴുക്കിയ കോടികളുടെ കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പുകൾ മനഃപൂർവ്വം ലംഘിച്ചെന്ന് വ്യക്തമാകുമ്പോൾ ബാക്കിയാകുന്നത് ഒറ്റ ചോദ്യമാണ്: ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അയ്യപ്പന്റെ സ്വത്തുക്കൾ ധൂർത്തടിക്കാനോ? അയ്യപ്പ സംഗമത്തിനായി സർക്കാരോ ദേവസ്വം ബോർഡോ പണം ചെലവിടില്ലെന്നതായിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പ്. പൂർണ്ണമായും സ്പോൺസർഷിപ്പ് മുഖേനയാണ് പണം കണ്ടെത്തുന്നതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനാൽ തന്നെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് സർക്കാർ നടത്തുന്ന പരിപാടിയിൽ അയ്യപ്പന്റെ പണം ധൂർത്തടിക്കപ്പെടില്ല എന്ന പ്രതീക്ഷയും ഹൈന്ദവ സമൂഹത്തിനുണ്ടായിരുന്നു. എന്നാൽ കോടതിയെയും ഹൈന്ദവ സമൂഹത്തെയും വഞ്ചിച്ച ദേവസ്വം ബോർഡ് കോടിക്കണക്കിന് രൂപയാണ് പിണറായി സർക്കാരിന്റെ രാഷ്ട്രീയ പരിപാടിക്ക് വേണ്ടി ചെലവഴിച്ചത്. ഒരാളെങ്കലിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനവുമായി പരിപാടിയുടെ നടത്തിപ്പിന് 8.22 കോടിയുടെ ധാരണാപത്രമാണ് ദേവസ്വം ബോർഡ് ഒപ്പുവെച്ചത്. ഇതിൽ 3 കോടി രൂപ മുൻകൂറായി തന്നെ അനുവദിക്കുകയും ചെയ്തു. പമ്പയിൽ നടക്കുന്ന സംഗമത്തിനെത്തിയ VIP-കൾക്ക് കുമരകത്തെ റിസോർട്ടുകളിൽ താമസമൊരുക്കാൻ 12.76 ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്ന് അഡ്വാൻസ് നൽകിയത്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്കാർക്കും പ്രത്യേക പരിഗണന നൽകില്ലെന്നായിരുന്നു സർക്കാർ നേരത്തെ പറഞ്ഞത്. എന്നാൽ പരിപാടിക്കെത്തിയ കുറച്ചു പേർക്കെങ്കിലും VIP സൗകര്യം ഒരുക്കിയിരുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ഫലത്തിൽ പങ്കാളിത്തം കുറഞ്ഞതുകൊണ്ട് തന്നെ വിവാദത്തിലായ സർക്കാരിന്റെ പരാജയ സംഗമം അയ്യപ്പന്റെ പണം ധൂർത്തടിക്കാനുള്ള പരിപാടി മാത്രമായി ചുരുങ്ങി. ജനം, തിരുവനന്തപുരം.